നമുക്കറിയാം പൊതുവെ അച്ചായമാരുടെ നാടെന്നറിയപ്പെടും, എസ്പെഷ്യലി പാല, കാഞ്ഞിരപ്പള്ളി അച്ചായമാരുടെ നാട് അല്ലെ അച്ചായമാരുടെ ഏരിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കത്തിച്ച ഒരു വിഷയമാണ് കോട്ടയം അച്ചൈൻസ് ഗോൾഡ് അല്ലെ. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന സബ്ജക്റ്റാണ് അച്ചൈൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ അധികം കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചത്, അപ്പം കുറെ അധികം കാര്യങ്ങൾ നമുക്ക് കിട്ടിയുണ്ടായി. അപ്പം അതിനെ സംബന്ധിച്ച് നിങ്ങളോട് കൂടി കുറച്ചധികം കാര്യങ്ങൾ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതേ തുടർന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ കൂടെ കൂടുക. അപ്പം എന്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ചെയ്തിട്ട് എന്നോടൊപ്പം കൂടുക. അപ്പൊ നമ്മുടെ അച്ചായനെ കുറിച്ച് പറയാൻ കുറെ അധികം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരണങ്ങൾ പുള്ളിയെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ കേട്ടാണ്, നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ അധികം പുള്ളിയെ കുറിച്ച് കുറെ അധികം വേണ്ടാത്ത കാര്യങ്ങൾ വരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭൂതം, വർത്തമാനം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എടുത്തുകൊണ്ട് വന്ന് അലക്കുന്ന ഒരു പതിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു AI വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിരുന്ന സംഭവമാണ്. ഇപ്പൊ നമ്മൾ അതൊന്നുമല്ല പറയേണ്ടി വന്നത്. അപ്പൊ അച്ചായൻ ചെയ്ത ഒരു വലിയൊരു നല്ല പ്രവൃത്തി എന്ന് പറയത്തക്ക ഒരു കാരണം എന്റെ കണ്ണിൽ പെടുത്തുകയുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് നിങ്ങളോട് എത്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ വസ്ത്രം, ആഹാരം, പാർപ്പിടം എന്ന ഒക്കെയാണ് അല്ലെ. അപ്പം ഈ അച്ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരുപാട് ആൾക്കാരെ ഇതുപോലെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെയല്ല. അവന്മാരെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ എന്താണ് നടക്കുന്നത്, അവരെ എങ്ങനെയും നമ്മുടെ കാലും കൈയും പിടിച്ച് പാലം കിടക്കുന്നുണ്ട്, നാരായണ നാരായണ പാലം കിടന്ന കൂരായണ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൈയും കാലും ഒക്കെ പിടിച്ച് അവർ വോട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങിച്ച് അവർ വോട്ട് കിട്ടി ജയിച്ച് ഒരു സ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ ആഹാ ഓഹോ ബന്ധവേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ അവരെന്ത് ചെയ്യും, അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്നുള്ളതെല്ലാം അടിച്ചു മാറ്റും. എന്താണ് ഈ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാം അടിച്ചു മാറ്റും. അതിന് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നു വെച്ചാൽ ചെയ്ത് കൊടുക്കത്തില്ല. നമുക്കറിയാം ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടെങ്കിൽ അതിന് 5-6 ലക്ഷം രൂപയാണ് അവിടെ ഫണ്ടായിട്ട് എഴുതി വെക്കുന്നത്. ഇത് MLA ഫണ്ടിൽ നിന്ന് ഇത്ര കോടി. ഒരു ചുമ്മാ എന്തെങ്കിലും ഒരു 4 തൂണ് കൂട്ടിയാലും അവിടെ കോടിക്കണക്കിനുള്ള ഫണ്ടാണ് അവിടെ എഴുതി വെക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രകസനം നടക്കുന്ന രാഷ്ട്രീയക്കാരുടെയൊക്കെ തന്നെ ഇങ്ങനെ ഒരു പ്രകസനം നടക്കുന്ന ഇടയിലാണ് ഈ അച്ചായനെ പോലുള്ളവരുടെ പ്രശസ്തി എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാമല്ലോ നമ്മുടെ ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഈ 3 കാര്യങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പം ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ കൊല്ലത്ത് ഒരു പെൺകുട്ടിക്ക് അച്ചായ മുഖേന ഒരു ജീവിതം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ സൈഡില് വീഡിയോ കാണിക്കാം. ഈ പെൺകുട്ടിക്ക് അവർക്ക് ഒരു വീട് ആദ്യം കാണുന്ന ഈ പിക്ചറിൽ കാണുന്നവർക്ക് ആദ്യത്തെ ഇങ്ങനെ ഒരു കിടക്കാടമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് നല്ല ഒരു ഫെസിലിറ്റീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള വീടിനെ ഈ അച്ചായൻ ഈ നിലയിലാക്കി മാറ്റി നല്ലൊരു അടിപൊളി ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. അതും പറഞ്ഞിട്ട് അവിടുത്തെ ആ പെൺകുട്ടിക്ക് ഒരു നല്ലൊരു വിവാഹം നടത്തി, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ആ ഒരു വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പം അത് നിങ്ങളോട് കൂടി അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഒരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഒരു അച്ഛന്റെ സ്ഥാനത്ത് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. നമുക്കറിയാം ഇപ്പോഴത്തെ ഗോൾഡും റേറ്റും, അതുപോലെ തന്നെ എന്താണ് ഇപ്പോഴത്തെ ഒരു വിവാഹം വന്നാൽ ഉള്ള ചെലവും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ അച്ചായനെ പോലെ ഒരാൾ ഇങ്ങനെ മുന്നോട്ട് കടന്നു വന്ന് ഇവർക്ക് ആഹാരം കൊടുത്തു, പാർപ്പിടം കൊടുത്തു. ഇപ്പൊ എന്താ പറയുക, ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൂടെ ഒരു കല്യാണം കഴിപ്പിച്ച് സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നു. വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പം അത് നിങ്ങളോട് എത്തിക്കണമെന്ന് എനിക്ക് അതിയായ ഒരു ആഗ്രഹം തോന്നിയുകൊണ്ട് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാൻ തിരുനക്കര കോട്ടയത്തെ ബസ് സ്റ്റാൻഡ് അറിയാലോ, അത് നേരത്തെ പടി എന്ന് പറയുകയാണെങ്കിൽ അത് എങ്ങനെ കടന്നതാണ്. അപ്പൊ ഈ അച്ചായ മുൻകൈ എടുത്താണ്, ഇദ്ദേഹം കൊടുത്ത ഫണ്ട് കൊണ്ടാണ് ആ തിരുനക്കര സ്റ്റാൻഡ് ഇപ്പം ഒരു നല്ലൊരു സ്റ്റാൻഡായിട്ട് അടിപൊളിയായിട്ട് മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഭയങ്കര ദുരിതം പിടിച്ചുള്ള ഒരു കഷ്ടമായിരുന്നു. കാരണം നമുക്കറിയാം മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത് ഏറ്റുമാനൂർ റൂട്ട്, അങ്ങനെ എല്ലാ റൂട്ടിലോട്ട് പോകുന്നു. ചങ്ങനാശ്ശേരിക്ക് എല്ലാം പോകുന്നെങ്കിൽ ആ തിരുനക്കര സ്റ്റാൻഡിൽ വന്നിട്ട് വേണം പോകാൻ. ആ ഒരു സ്റ്റാൻഡിന്റെ ഗതി അധോഗതിയായിരുന്നു. അത്രയും വലിയൊരു ടൗണിൽ ഇങ്ങനെ ഇത്രയും ഒരു മോശമായ സ്റ്റാൻഡോ നമ്മൾ ആലോചിച്ചു പോകും. അപ്പൊ അത് നമുക്ക് പബ്ലിക്കിലായിട്ട് ചെയ്തെന്ന് വലിയൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, കോട്ടയംകാർക്ക് എന്നും അദ്ദേഹം ഒരു പിടി അന്നം കൊടുക്കാൻ മറന്നിട്ടില്ല, അത് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല എന്ന ഇതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമാണ്. അപ്പൊ നമ്മൾ സർക്കാരിനുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ, സർക്കാർ എന്താണ് ചെയ്യുന്നത്, അവർ മുഴുവനും കൈയിട്ട് വരികയാണ് ചെയ്യുന്നത്. അത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ് ഇവർ മുഴുവൻ എടുത്ത് വാങ്ങുന്നത്. പക്ഷെ ഇവിടെ നേരെ മറിച്ച് അച്ചായന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ, ഇദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന കുറച്ച് എമൗണ്ടിൽ നിന്ന് അത് പാവപ്പെട്ട ജനങ്ങൾക്കും കൂടെ കൊടുക്കാൻ തയ്യാറാകുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനെ നമ്മൾ കാണാതെ പോകരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പെൺകുട്ടിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, ഈ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത പെൺകുട്ടിക്ക്. അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ കൂടെ കണ്ടിട്ട് വരും. ഇത്രയും മനോഹരമായിട്ട് വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു?
ശരിയല്ലേ, വളരെ നല്ലൊരു കാര്യം തന്നെ ആയിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ എന്താണ് ഈ ചാരിറ്റി പ്രവർത്തനം ബിസിനസ് എലമെന്റ് ആണോ ചോദിക്കുവാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ബിസിനസ് എലമെന്റ് ആയിക്കോട്ടെ, ആർക്കാണ് ഇവിടെ നഷ്ടം? ഇപ്പൊ ഫൈസൽ മലബാർ, അതുപോലെ തന്നെ എന്താണ് ചെമ്മന്നൂർ, ബോബി ചെമ്മന്നൂർ, അങ്ങനെ തുടങ്ങിയ സീജ റോയ്, ഇവരെല്ലാം ചെയ്യുന്ന എന്താണ്? ഇവരും ഈ സെയിം മെത്തേഡ് തന്നെയല്ലേ ചെയ്യുന്നത്. ഇവരെല്ലാം ഒരു ഫ്രാഞ്ചൈസി സെറ്റപ്പ് നടത്തിയിട്ട് ഫ്രാഞ്ചൈസി സെറ്റപ്പ് നടത്തിയിട്ടാണ് അവർ ബിസിനസ്സും എന്താണ് ബിൽഡ് ചെയ്യുന്നത്. സീജ റോയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഫുള്ളും പൊങ്ങച്ചം കാണിച്ചിട്ട് തന്നെയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം തന്നെ ബിൽഡ് ചെയ്തെടുത്തത്. അപ്പം ഈ കോട്ടയം അച്ചായൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇങ്ങനെ കാണിച്ചതിന് എന്താണ് തെറ്റി? എനിക്കത് വളരെ മോശമായിട്ട് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ എന്താണ് ഒരു ബിസിനസ് എലമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ത് തന്നെ ആയാലും അദ്ദേഹം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകുന്നുണ്ടല്ലോ. ഈ സർക്കാരിനെ വെച്ച് നോക്കുമ്പോൾ അവർ ഒരു കുന്തവും ചെയ്യുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അച്ചായനെ പോലുള്ളവർ വളരെ നല്ല ഒരു സൊസൈറ്റിക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. അപ്പം അച്ചായൻ കാണിക്കുന്നതിൽ ഒരു തെറ്റും എനിക്കായിട്ട് തോന്നുന്നില്ല. ബിസിനസ് എലമെന്റ് ആണെങ്കിൽ ഓക്കെ, അത് ബിസിനസ് എലമെന്റ് തന്നെ ആയിക്കോട്ടെ, ഇരുന്നോട്ടെ. എന്നാലും ഒരു പങ്ക് പാവപ്പെട്ടവർക്കും കിട്ടുന്നുണ്ടെന്നാണ് ഉള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.